നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 18. അമ്പാടിയിൽ നിന്നും പോന്നതിന് ശേഷം കൃഷ്ണൻ തൻ്റെ പഴയ ദുശീലങ്ങൾ ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിത സരണിയിൽ പ്രവേശിച്ചു. വൃന്ദാവനത്തിലെ അകൃത്രിമമായ പ്രകൃതി രമണീയകത്വം ആ കൊച്ചു മനസ്സിനെ ഹഠാത് ആകർഷിച്ചതാണ് അതിന് പ്രധാന കാരണം. ആ വനഭൂമിയെ തഴുകി ഒഴുകുന്ന യമുനാ നദിയുടെ തീരത്തിലും മണം പേറുന്ന മനോഹര വർണ്ണമലരുകൾ ചൂടി നിൽക്കുന്ന വല്ലികളുടെ ഇടയിലും പൂത്തു നിൽക്കുന്ന മരങ്ങളുടെ ചുവട്ടിലും നയനാനന്ദം നൽകുന്ന ഗോവർദ്ധനഗിരിയുടെ പരിസരങ്ങളിലും പച്ച നിറം കലർന്ന ഇളം പുല്ലുകളാൽ പരിരമ്യമായി പരിലസിക്കുന്ന സമതല പ്രദേശങ്ങളിലും വസുദേവാത്മജൻ ബാലചങ്ങാതികളും ബലരാമനും ഒരുമിച്ച് ഓടി നടന്ന് വിഹരിച്ചുല്ലസിച്ചു. ചിലപ്പോൾ ഗോപസ്ത്രീകളുടെ വീടുകളിൽ ഓടിക്കയറി പലവിധ വിനോദങ്ങളും കാണിച്ച് അവരെയും അളിവർണ്ണൻ സന്തോഷിപ്പിച്ചു വന്നു. മന്ദസ്മിതാഭയോടു കൂടിയ മാധവ മധുര ഭാഷിതം കേൾക്കുവാൻ ഗോപമാനിനികൾക്കുണ്ടായ ആഗ്രഹം സീമാതീതമായി വർദ്ധിച്ചു. കൃഷ്ണനെ ചുംബിക്കാനും ആശ്ലേഷിക്കാനും അവർ എപ്പോഴും കാത്തുകെട്ടി നിന്നിരുന്നു. കണ്ണന്റെ അഞ്ചിതമായ പുഞ്ചിരി കാണുമ്പോൾ ആ ചഞ്ചലാക്ഷിമാരുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ ചെന്താമര സൂനങ്ങൾ വിരിയുകയായിരുന്നു. കളമൃദു ഭാഷണം ശ്രവിക്കുമ്പോൾ അമൃതത്തിന്റെ നിർജ്ജരി നിർഗളിക്കുമായിരുന്നു. കാർവർണ്ണന്റെ കമനീയ കായാമ്പൂമേനി കാണുമ്പോൾ അവർക്ക് രോമാഞ്ചമുദിക്കുമായിരുന്നു. അങ്ങനെ വൃന്ദാവന വിഹാരിയായ വൃന്ദാരക സേവ്യനായ കൃഷ്ണൻ അങ്ങനെ ശശികല പോലെ നാൾ തോറും വളർന്നു. വയസ്സ് 4.5 കഴിഞ്ഞു. സമപ്രായക്കാരായ ബാലന്മാർ കോലുകളുമേന്തി പശുക്കുട്ടികളെ തെളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ പുൽത്തകിടികളിലേക്ക് പോകുമ്പോൾ കൂടെ രാമകൃഷ്ണന്മാരും അവരെ അനുഗമിക്കാൻ തുടങ്ങി. അത് വംശത്തൊഴിലായതുകൊണ്ട് മാതാപിതാക്കൾ അതിന് വിരോധമൊന്നും പറഞ്ഞില്ല. പശുക്കിടാങ്ങളെ മേയ്ക്കുന്ന ഗോപാല ബാലന്മാർക്കെല്ലാം ഓരോ ഓടക്കുഴലുണ്ട്. പശുക്കിടാങ്ങൾ മേഞ്ഞു നടക്കുമ്പോൾ അവർ കുഴലൂതിക്കൊണ്ട് മരത്തണലിൽ ഇരിക്കും. അളിവർണ്ണന് അത്തരമൊരു കുഴൽ വേണമെന്ന് ആഗ്രഹം ജനിച്ചു. അച്ഛനെ ആ വിവരം ഉണ്ണി തഞ്ചത്തിൽ അറിയിച്ചു. മകന്റെ ആഗ്രഹമല്ലേ. നന്ദൻ പ്രത്യേകം ഒരു ഓടൽ കണ്ടുപിടിച്ച് അതുകൊണ്ട് ശില്പ വൈചിത്ര്യത്തോടെ ഒരു കുഴൽ ഉണ്ടാക്കിച്ച് തനിയന് സമ്മാനിച്ചു. വിവിധ സ്വരങ്ങൾക്കുള്ള സുഷിരങ്ങളും അതിന്മേൽ തുളച്ചിരുന്നു. നാദബ്രഹ്മമൂർത്തിയായ ആ കൊച്ചു യാദവകുമാരന് ആ വേണുവിൽ കൂടി മധുര നിസ്വനം പകരുവാൻ പ്രത്യേകം ഒരു ആചാര്യന്റെ സഹായം വേണ്ടി വന്നില്ല. ജന്മവാസന കൊണ്ടാണ് ഉണ്ണി തന്നെത്താൻ കുഴലൂതാൻ പഠിച്ചതെന്ന് മാതാപിതാക്കൾ അഭിമാനത്തോടെ അഭിപ്രായപ്പെട്ടപ്പോൾ വ്രജവാസികളും അത് ശരിവെച്ചു. കൃഷ്ണന്റെ വേണുനാദം അതിന് സമമായി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ആകർഷണീയവും ആനന്ദ കർണാമൃതവുമായിരുന്നു അത്. സംഗീതാത്മകമായ ബ്രഹ്മാനുഭൂതി ശ്രീകൃഷ്ണ മുരളിയിൽ കൂടി ഒഴുകി വീണുകൊണ്ടിരുന്നു. പ്രപഞ്ച ദുഃഖത്തെ വിസ്മരിപ്പിക്കാനുള്ള അത്ഭുത മാന്ത്രിക ശക്തി നന്ദാത്മജന്റെ വേണുനാദത്തിനുണ്ടായിരുന്നു. വൃന്ദാവനത്തിലെ ഗാനഗന്ധർവനായിരുന്നു നന്ദകിശോരൻ. സർവാന്തര്യാമിയായ വിഷ്ണുവിന്റെ അവതാരമാണ് ആ മുരളീകൃഷ്ണൻ എന്ന് വൃന്ദാവന വ്രജവാസികൾക്കാർക്കും ധരിക്കാനോ വിശ്വസിക്കാനോ കഴിഞ്ഞില്ല. വിശ്വരൂപ ദർശനം ലഭിച്ച യശോദ പോലും മായാവിഭ്രമത്താൽ അത് വിസ്മരിച്ചു. അപ്രമേയ പ്രഭാവനായ ഭഗവാന്റെ മായാവിലാസമാണ് അതിനെല്ലാം ഏക നിദാനം. ഈ വിധം ഇന്ദിരാരമണൻ വൃന്ദാവനത്തിൽ വിഹരിക്കുന്ന കാലത്ത് ഒരു ദിവസം മധുരയിൽ വസുദേവ മന്ദിരത്തിൽ വെച്ച് പെറ്റമ്മയായ ദേവകി പുത്ര ദുഃഖാർത്ഥിയായി ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിപ്പോൾ എവിടെയാണ്? അമ്പാടിയിൽ തന്നെ ഉണ്ടോ? ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് വളരെ മോഹമുണ്ട്. ഈ ജന്മം എനിക്കത് സാധിക്കുമോ? പ്രസവച്ചോരയോടുകൂടി എന്നെ വിട്ടുപിരിഞ്ഞു പോയ എൻ്റെ പൊന്നു കൺമണിയെ എനിക്കൊന്നു കാണാൻ ഉള്ള ഭാഗ്യമുണ്ടാകുമോ? ഏതാണ്ട് 5 വർഷമായിരിക്കുന്നു എൻ്റെ പൊന്നു മകനെ നീ എവിടെയാണ്? വസുദേവർ സാന്ത്വനപ്പെടുത്തി. ദേവകി, അങ്ങനെ സങ്കടപ്പെടാതിരിക്കൂ. എല്ലാം വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കൂ. ദുഷ്ടനായ കംസൻ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ആഗ്രഹം എങ്ങനെ സാധിക്കാനാണ്? നന്ദഗോപാദികൾ ഇപ്പോൾ അമ്പാടി പിടിഞ്ഞ് വൃന്ദാവനം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ആ വിവരം പുരോഹിതന്മാരിൽ നിന്ന് രഹസ്യമായി ഞാൻ അറിഞ്ഞു. അവിടെ നമ്മുടെ ഉണ്ണികൾ രാമനും കൃഷ്ണനും സുഖമായി തന്നെ ജീവിക്കുന്നു. എൻ്റെ കുഞ്ഞ് എന്നെ വിട്ടു പിരിഞ്ഞതാണല്ലോ. ഒരു തുള്ളി
മുലപ്പാല് അതിന് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. ഞാൻ പെറ്റു, യശോദ വളർത്തി, അവളാണ് ഭാഗ്യവതി. ദേവകിയുടെ ഈ സങ്കട ജൽപ്പനം കേട്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് വസുദേവർ പുറത്തേക്കിറങ്ങിപ്പോയി. അവളെ സാന്ത്വനപ്പെടുത്തുവാൻ അപ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നില്ല. വൃന്ദാവനത്തിലെ യശോദ ദിവസവും രാവിലെ മകനെ കുളിപ്പിച്ച് അഞ്ജനം കൊണ്ട് കണ്ണുകൾ എഴുതി, ഗോപിചന്ദന കുറികളും തൊടുവിച്ച്, ചുരുളിളം വാർമുടി കോതിക്കെട്ടി അതിൽ മയൂര പിഞ്ചങ്ങളും തിരികി, കൊച്ചു മഞ്ഞപ്പെട്ട് ചുറ്റി ഉടുപ്പിച്ച് അതിൻ്റെ മീതെ കാഞ്ചിയും കെട്ടി, കനക കിങ്കിണികളും പൊന്മാലകളും തരിവളകളും അണിയിച്ച്, തൈരും വെണ്ണയും ചേർത്തുള്ള സ്വാദേറിയ ഭക്ഷണവും നൽകി, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു പൊതിയായി കെട്ടി കയ്യിൽ കൊടുത്ത് കുറെ ഉമ്മകളും വെച്ച് കാലിക്കിടാങ്ങളെ മേയ്ക്കാനായി മറ്റ് ഗോപാല ബാലന്മാരുടെയും രാമന്റെയും കൂടെ കാനനത്തിലേക്ക് പറഞ്ഞയക്കും. കൃഷ്ണൻ ഓടക്കുഴലും കാലിക്കോളും എടുത്തുകൊണ്ട് അവരുടെ കൂടെ യാത്രയാകും. എല്ലാവരും കൂടി വനത്തിലെത്തി ഗോക്കളെയും കിടാങ്ങളെയും മേയാൻ പുൽത്തകിടികളിൽ വിട്ടിട്ട് പ്രായഭേദമനുസരിച്ച് പല വിഭാഗങ്ങളായി തിരിഞ്ഞ് അവർ കളിക്കാൻ തുടങ്ങും. ഉച്ചയ്ക്ക് പൊതിച്ചോറെടുത്തഴിച്ച് എല്ലാവരും കൂടി നേരം പോക്കുകളും പറഞ്ഞുകൊണ്ട് കഴിക്കും. അനന്തരം പശുക്കിടാങ്ങളെ മാടി വിളിച്ച് ആറ്റിലിറക്കി വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും മേയാനായിട്ട് അവരെ അയക്കും. പിന്നെയും അവർ കളി തുടങ്ങും. ആ കളികളിലെല്ലാം കൃഷ്ണനായിരുന്നു മുമ്പനായ പ്രമാണി. ജ്യേഷ്ഠനായ ബലരാമന് കളിക്കാര്യത്തിൽ അനുജന്റെ വരുതിയിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ വൈകിട്ട് അസ്തമിക്കാറാവുമ്പോൾ കൊണ്ടുപോയ മാടുകളെയും കിടാങ്ങളെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മമാരെ ഏൽപ്പിക്കും. കൃഷ്ണനെ യശോദ അപ്പോൾ തന്നെ കുളിപ്പിച്ച് മധുരമായ ആഹാരവും കൊടുത്ത് സന്തോഷിപ്പിക്കും. രാത്രിയിൽ രാജീവനേത്രനായ കണ്ണൻ അച്ഛൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. ഉറക്കത്തിനു മുമ്പ് അവൻ എല്ലാ ഗോപപാഠങ്ങളിലും പ്രവേശിച്ച് അവിടെയുള്ള സ്ത്രീജനങ്ങളുമായി സല്ലപിച്ച് വിനോദങ്ങൾ പറഞ്ഞ് അവരെ രസിപ്പിക്കുമായിരുന്നു. ചിലപ്പോൾ ഓടക്കുഴലൂതി അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അടുത്തത് വത്സാസുരവധമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.